അനുഭവിക്കുന്നവൻ്റെ വേദനയോ കടന്നുപോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. ഒറ്റയ്ക്കാവുക എന്നാൽ അടുത്തവരാവുക എന്നുകൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത്. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല. പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവും. അതാണ് ജീവിതം. ദേഷ്യം ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക. തോൽവിയിൽ തുടങ്ങുന്നവരെല്ലാം തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ്. ചരിത്രമായിട്ടുള്ളതും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും വളരെയേറെ എളുപ്പമാണ്. പക്ഷേ ചേർത്തു നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ പറ്റൂ. ബന്ധം നല്ലതായിരിക്കുമ്പോൾ, ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും. ഒരാൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും അയാളുടെ കുറവുകൾ നികത്തും. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണ് തുറന്നു നോക്കേണ്ടത് നിങ്ങളെ കുറവുകളോടുകൂടി സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുന്നതാണ്. നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും സംശയം നിങ്ങളുടെ മനസ്സിൽ വളരാൻ അനുവദിക്കരുത്. അത് അപ്പപ്പോൾ തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. മറ്റൊരാൾക്ക് വേണ്ടിയും നമ്മൾ മാറാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മളായിട്ട് മാത്രം ജീവിക്കുക. നഷ്ടപ്പെടും എന്ന പേടി കൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നഷ്ടപ്പെടാൻ തുടങ്ങുന്നതാണ്. പിരിയാനൊക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ അവസാനം ആരുമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് ഒരുപാട് കഷ്ടം. പ്രതികൂലമായ ഏത് അവസ്ഥയെയും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകും. തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാവും. 1000 പുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. ഇന്നലകളുടെ നഷ്ടങ്ങളിൽ പരിതപിച്ചും നാളെയുടെ പ്രതീക്ഷയിൽ ഉത്കണ്ഠരായും ഇന്നിൻ്റെ മധുരം നുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത്. സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല. അത് മനസ്സിലാക്കുക. മനോഹരമായ വാക്കുകളാണെങ്കിൽ ഒരിക്കലും സത്യവുമായിരിക്കില്ല. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത്. തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം. വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളക്കുന്ന മരങ്ങളെപ്പോലെ ആവണം ഓരോ വ്യക്തിയും. എത്ര താഴ്ചയിൽ ചെന്ന് പതിച്ചാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട്. വിമർശനങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണർത്ഥം. മോശം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുമ്പോൾ ശരിയായ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതം തുടങ്ങും. യഥാർത്ഥ വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് ആർജിക്കലാണ്. വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു. ചിന്തയിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു. നേടാൻ ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കരുത്. ഇനി എന്ത് എന്ന ചോദ്യത്തേക്കാൾ ഇനിയും സാധിക്കുമെന്ന പ്രതീക്ഷയിലേക്ക് മനസ്സ് വളരട്ടെ. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ വ്യക്തിയെയാണ് നിങ്ങൾ തിരയുന്നത് എങ്കിൽ കണ്ണാടിയിൽ നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മതി.
ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ വേദനകൾ കുറക്കും. ചിരി നിങ്ങളെ വളരെ ശക്തനായ ഒരു മനുഷ്യനാക്കും. പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും അവളെ സ്നേഹിക്കും. വീഴ്ചകളിൽ തളരാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസമുണ്ടാകും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ്. മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത്. ഉയരത്തിൽ എത്തി നിൽക്കുമ്പോഴും കാഴ്ചയുള്ളവനെ കൈപിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളിലെ മനുഷ്യത്വം ജ്വലിക്കുന്നത്. സങ്കടങ്ങൾ പങ്കുവെക്കാനും സ്വീകരിക്കാനും ആരും തന്നെ കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്തു പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും ആളുകൾ അങ്ങനെയാണ്. വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാൻ ആവാത്തതുപോലെ പ്രയാസങ്ങൾ മറികടക്കാതെ ഒരിക്കലും ലക്ഷ്യത്തിലെത്താനാവില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയും ചെയ്യേണ്ടതില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും അതുപോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷേ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും തന്നെ പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ്. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയും ഉണ്ടാവില്ല. വെറുപ്പ്, അത്യാഗ്രഹം, അറിവില്ലായ്മ എന്നിവയിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം ഉണ്ടാകുന്നു. കുറവുകൾ കണ്ട് അവഗണിക്കുന്നവരുടെ മുന്നിൽ കഴിവുകൾ കൊണ്ട് ജയിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ എത്രത്തോളം കാലങ്ങളോളം വേണ്ടിവരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതായി തോന്നാം. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവും ഇല്ലാത്ത മനുഷ്യരില്ല. ജീവിതവുമില്ല. ഉള്ളതുകൊണ്ട് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ജീവിതം സുന്ദരമായി മാറുന്നതാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അനുഗ്രഹീതരാണ്. മോശപ്പെട്ട സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള ശരിയായ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി ജീവിക്കുക. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ അത് അത്യാവശ്യമാണ്. ആരുടെ സ്വഭാവവും നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കണമെന്നില്ല. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധം ഉണ്ടാവില്ല. നിന്റെ സാഹചര്യം മറ്റുള്ളവനെ ഒരു തമാശയായിരിക്കാം. അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ മാത്രം. പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചെലവഴിച്ച ജീവിതത്തേക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ്. വിജയം സന്തോഷത്തിൻ്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിൻ്റെ താക്കോൽ. വലിയ പരാജയങ്ങൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ വില കുറച്ച് കാണാൻ കഴിയില്ല. എല്ലായിടത്തും ആത്മസമ്മതം പാലിക്കുക. ബഹുമാനം നിങ്ങളെ തേടിയെത്തും.
നിങ്ങളുടെ സമയത്ത് നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാലോ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. അന്ധകാരത്തിന് ഇരുട്ടിനെ പുറന്തള്ളാൻ കഴിയില്ല. വെളിച്ചത്തിനു മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. വെറുപ്പിന് വിദ്വേഷത്തെ പുറത്താക്കാൻ കഴിയില്ല. സ്നേഹത്തിനു മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈയൊരു കാര്യം ഉറപ്പായും അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങളത് മനസ്സിലാക്കണമെന്ന് മാത്രം. ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ തൻ്റെ സംസാരത്തിൽ എളിമയുള്ളവനാണ്. എന്നാൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ ആർക്കും തടസ്സം നിൽക്കാൻ കഴിയുകയുമില്ല. ആരും നിങ്ങളുടെ കണ്ണീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷേ അവർ ഒരിക്കലും നിങ്ങളെ അവഗണിക്കില്ല. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് കഴിയും. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മക്കായി മാത്രം പ്രവർത്തിക്കുക. കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ അതുപോലെ തന്നെ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ ഒന്നും തന്നെയല്ല. മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു നൽകുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ. രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ. നിങ്ങളൊരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ജ്ഞാനം എന്നുള്ളത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല, മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ്. മറ്റുള്ളവർ അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഒരു പുരുഷൻ വളരെ വികാരനിർഭരമായി പറയുന്ന കാര്യങ്ങൾ ഒരു സ്ത്രീ ഒരിക്കലും മറക്കുകയില്ല എന്ന് പഠനങ്ങൾ പറയുന്നു. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, പെരുമാറണം എന്നൊന്നും പറയാൻ നാം ആരും തന്നെയല്ല. പക്ഷേ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണമെന്ന് നാമാണ് തീരുമാനിക്കേണ്ടത്. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരേ തീരുമാനം 2 പ്രാവശ്യം എടുക്കരുത്. കുറച്ചു തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക. നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചത് മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമുക്ക് തെറ്റുകളെ തിരുത്താൻ എളുപ്പമാണ്, പക്ഷേ തെറ്റിദ്ധാരണകളെ തിരുത്താൻ പ്രയാസമാണ്. എങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങളെ അകറ്റി നിർത്താവുന്നതാണ്. സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു.
നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. നിങ്ങൾ വിജയിക്കുന്നതുവരെ ജീവിതം ഒരേ പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ്. വിജയിക്കാൻ ആഗ്രഹമുള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല. സ്നേഹത്താൽ നിറഞ്ഞ ഒരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും അന്യരെ സഹായിക്കാൻ തയ്യാറുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ. എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത്, അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിൻ്റെ തുടക്കമാകാം. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണം എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. നമ്മൾ നേടിയ വിജയം ജീവിതത്തിലുടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വെക്കണം. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയാണ് ഒന്നുകിൽ നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിന് കാരണമെന്ന് മനസ്സിലാക്കുക. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്നിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടണം എന്ന് പഠിപ്പിക്കുന്നത്. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് കഴിയും. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ചത് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഭയപ്പെടേണ്ടത് നമ്മളുടെ ശത്രുക്കളെയല്ല, മിത്രങ്ങളെയാണ്. അവർക്കേ നമ്മളെ തകർക്കാനും അവർക്കേ നമ്മളെ തളർത്താനും കഴിയൂ. അത് മനസ്സിലാക്കി ജീവിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.